ഹലോ ഗൈസ്, ഞാൻ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ട് 2 മാസമായി. ഇനി എനിക്ക് അധികം ദിവസങ്ങളില്ല. ഈ മാസം 20-ാം തീയതിയാണ് എൻ്റെ മത്സരം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എനിക്ക് ചെറിയ പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോണതിൻ്റെ. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ പേടി കാര്യങ്ങളൊന്നുമില്ല. കണ്ട എൻ്റെ ബോഡി കണ്ടീഷൻ, ഞാൻ നേരത്തെ വീഡിയോയിൽ അന്നത്തെ ബോഡി കണ്ടീഷൻ നിങ്ങളെ കാണിച്ചായിരുന്നു. കണ്ട് ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ, വയറൊക്കെ കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 65 കിലോ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 57 കിലോയായിരുന്നു. ഇപ്പോൾ എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും വെയിറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ ഞാൻ വെയിറ്റ് മെഷീൻ്റെ മുകളിൽ കയറിയിട്ട് വെയിറ്റ് എന്തായാലും നമുക്ക് നോക്കാം. ഏ 57.70. വെയിറ്റ് മെഷീൻ ഓഫായിപ്പോയി ഗൈസ്. 57.70. അപ്പോൾ 57 കിലോ. അപ്പോൾ ഗൈസ് ഞാൻ 57 കിലോയാണ്. പിന്നെ ഇതാണ് എൻ്റെ ജിമ്മ് വരുന്നത്. ജിമ്മ് ഞാൻ നിങ്ങളെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാരുള്ളപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ആൾക്കാരൊക്കെ ഇത്തിരി മടിയുള്ള ടൈപ്പ് കൂട്ടത്തില്ല. ട്രെയിനർമാർ അത്ര വിഷയമല്ല. കാരണം ക്ലയൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രെയിനർമാർ ആ കൂടെ പോകില്ല. അവർക്ക് പിന്നെ ഡ്യൂട്ടി ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ട്രെയിനർമാരെ കാണിക്കാൻ പറ്റിയില്ല. ക്ലയൻസൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇറങ്ങി ഓട്ടമാണ്. പിന്നെ ക്ലയൻസ് ചെയ്ത് വെച്ചാൽ പരിപാടി ഉണ്ടോ, മിഷൻ്റെ ഇടയിൽ കൊണ്ടുവന്നത് ഇവിടെ ഒരു വെയിറ്റ് ഇട്ടിട്ട് പോയേക്കണം. പിന്നെ അവിടെ തോന്നിയ പോലെ കൊണ്ടുവന്നിട്ടിട്ട് പോയേക്കാണ്. ഇവിടെ 10 കിലോ കൊണ്ടുവന്നിട്ടേക്കാണ്. 10 കിലോ അതിൻ്റെ ഫ്രണ്ടിൽ 2.5 അപ്പുറത്തും അതേപോലെ കൊണ്ടുവന്നിട്ടേക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ 7.5 അറ്റത്ത് കൊണ്ടുവന്നിട്ടേക്കുക. ഇവിടെ 10 കൊണ്ടുവന്നിട്ടേക്കണം. 7.5 ഇവിടെ അറ്റത്ത്. അപ്പോൾ ജിമ്മിലൊരു ബിഗിനറായിട്ട് വന്ന ഒരാളാണെങ്കിൽ ആൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ ആൾ ഈ 7.5 എടുക്കണമെങ്കിൽ 10 വലിച്ച് താഴെ ഇട്ടിട്ട് വേണം ഈ 7.5 എടുക്കാനായിട്ട്. അപ്പോൾ അതെന്തൊരു ബുദ്ധിമുട്ടാണെന്ന് കണ്ടോ. വെയിറ്റ് കറക്റ്റായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ റാക്ക് സെറ്റ് ചെയ്തേക്കണത്. ഞാൻ നിങ്ങളെ റാക്ക് കാണിച്ചു തരാം. ഇത് ഇവിടെ വെയിറ്റിൻ്റെ ഒരു റാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റാക്കിനകത്ത് വെയിറ്റ് ഇവിടെ നിന്നുണ്ടോ പല പല ഇതിലാണ് വെച്ചാണ്. 2.5 കൊണ്ടെന്ന് വെച്ചാണ് ഉണ്ടോ 7.5 മുമ്പിൽ കൊണ്ടുവന്ന്. അതൊന്നും വിഷയമല്ല. ഇങ്ങനെ ഓർമ്മയൊക്കെ വെക്കണതിന് വിഷയമില്ല. ഈ റാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലേ. ഇപ്പോൾ റാക്കിനകത്ത് വയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ അവിടെ മെഷീനകത്ത് തന്നെ ആണെങ്കിലും അങ്ങനെ വെയിറ്റ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും കാണിച്ചതിന്. അപ്പോൾ അത് സ്മിത്ത് മിഷനാണ്. സ്മിത്ത് മിഷൻ്റെ ഇവിടെയൊക്കെ വെയിറ്റ് വയ്ക്കാനായിട്ട് ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ 5 ആണെങ്കിൽ 5 മാത്രം ഇവിടെ, 10 ആണെങ്കിൽ 10 മാത്രം ഇവിടെ. അപ്പോൾ 15 ആണെങ്കിൽ 15ൻ്റെ വെയിറ്റ് പ്ലേറ്റ് ഇവിടെ. അങ്ങനെ കറക്റ്റ് ഓർഡറിൽ വയ്ക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് അത് എടുത്തു പോകാനായിട്ട് സിമ്പിളായിരിക്കും. പിന്നെ ഡംബിൾസ് ആണെങ്കിലും വച്ചേക്കണതാണ് നമ്മളുടെ വലിയ വലിയ ഡംബലുകളുടെ മുകളിലും ചെറിയ ചെറിയ 5ൻ്റെ ഡംബിളൊക്കെ താഴെ കൊണ്ടുവന്ന് വെച്ചേക്കണതാണ് നമ്മളിൽ. ഇതിപ്പോൾ ഞാനും ജിമ്മിലെ ട്രെയിനർമാരൊക്കെ കൂടി എത്ര പ്രാവശ്യമാണെന്നറിയും. ഇത് ഞങ്ങൾ ജിമ്മ് വഴി പോകാൻ നേരത്ത് കറക്റ്റ് ഓർഡറിൽ വയ്ക്കും. വീണ്ടും ആൾക്കാർ വന്ന് വീണ്ടും അലങ്കോലാക്കണം. പിന്നെ ഓർഡറിൽ വയ്ക്കും. ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മ് നടത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സുഖമുള്ള പരിപാടിയാണ്. ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോവുക. പിന്നെ ജിമ്മിൻ്റെ ഓണർക്കാണെങ്കിൽ ആൾക്കാർ തന്നെ ഫീസ് മേടിക്കുക, പോവുക, ജിമ്മ് ക്ലോസ് ചെയ്യുക, പോവുക. ആ ഒരു പണി മാത്രമേ ഉള്ളൂ എന്നാണ്. കാരണം ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ജിമ്മൊക്കെ നല്ല രീതിയിൽ നീറ്റാക്കിയിരുന്നു, പൊടികളൊന്നും ഇല്ലാണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ മെഷീൻസ് ഏതെങ്കിലും കംപ്ലൈൻ്റ് ഉള്ളതൊക്കെ ഉണ്ട്, അത് റിപ്പയർ ചെയ്യണം. പിന്നെ ഇവിടെ കുറേ വലിച്ചു വാരിയിട്ടുണ്ട്.
അതൊക്കെ അടുക്കി പറക്കി വെക്കണം, എന്നാലും വീണ്ടും വലിച്ചു വാരിയിടും. പിന്നെ കംപ്ലൈൻ്റ് ഉള്ള മെഷീൻസൊക്കെ നന്നാക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഏത് ജോലിക്കായാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറേ എണ്ണങ്ങളുണ്ട് ഫീസ് തരാണ്ട് വന്നവർ. ഇപ്പം എൻ്റെ ജിമ്മിൽ ബയോമെട്രിക് വെച്ചിട്ടുണ്ട്. ബയോമെട്രിക് വച്ചിട്ടും കാര്യമില്ല, നമ്മൾ അവിടെ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ ചിലവരുണ്ട് ഇപ്പം 2-3 പേരൊക്കെ ഒന്നിച്ച് വന്നവർ. അങ്ങനെ വന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീസ് അടച്ചവൻ ബയോമെട്രിക്കിൽ ഫിംഗർ വെച്ചിട്ട് അത് ആക്സസ് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പുറകിൽ മറ്റുള്ളവരും കൂടി കയറി വരും. അപ്പം അങ്ങനെ നമ്മൾ നോക്കി നിൽക്കണം, എന്നാലാണ് ഫീസ് തരാത്തവരെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഫീസ് തരാത്ത കുറേ ആളുകളുണ്ട്. പിന്നെ വേറെ ചില ടീംസ് ഉണ്ട്, അവർ ചിലപ്പോൾ മാസത്തിൽ 1-2 ദിവസം വരും. എന്നിട്ട് പിന്നെ വന്ന് പറയും ഞങ്ങൾ കഴിഞ്ഞ മാസം 2 ദിവസം വന്നോളൂ, ഇപ്പോൾ ഫീസ് തരേണ്ട ആവശ്യം എന്താ ഉള്ളത്. അത് നിങ്ങൾ വന്നോ വന്നില്ലയോ എന്നുള്ളത് ജിമ്മിനെ ബാധിക്കണ കേസല്ല. അപ്പോൾ അത് ജിമ്മിനെ ഒരിക്കലും ബാധിക്കണ കേസല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഫീസ് തരും. കാരണം ഞങ്ങൾക്കും ഇതേപോലെ തന്നെ ഇവിടെ AC ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ 1, അവിടെ 2 AC, ഇവിടെ 3 AC, അപ്പുറത്തൊരു AC ഉണ്ട്. ഈ 3 AC, അതേപോലെ ഇവിടെ ലൈറ്റുകൾ, പിന്നെ അതേപോലെ തന്നെ ത്രെഡ്മില്ല് ഓൺ ചെയ്തു. മറ്റേ ജിമ്മ് പ്രവർത്തിക്കുന്ന സമയത്ത് ത്രെഡ്മില്ല് ഓൺ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്റ്റെപ്പ് മില്ല്, പിന്നെ അതേപോലെ തന്നെ ജിമ്മ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മ്യൂസിക് സിസ്റ്റം, പാട്ട് വയ്ക്കാനുള്ള. അങ്ങനെ കറണ്ട് കാശ് തന്നെ 2 മാസം കൂടുമ്പോഴാണ് വരുന്നത്. അത് ഏകദേശം 50 രൂപ അടുത്ത് വരണ്ട്. അപ്പം നല്ല രീതിക്ക് കറണ്ട് കാശും നല്ല നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പൈസ ചിലവുണ്ട്. എന്നിട്ടും ആൾക്കാർക്ക് പൈസ തരാൻ മടിയാണ്. ആൾക്കാരോട് ചോദിച്ച ആൾക്കാർ പറയണത് നാളെ തരാം, അല്ലെങ്കിൽ മറ്റന്നാൾ തരാം. നമ്മളീ കൂടുതൽ ബലം പിടിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒരു ഫ്രണ്ട്ഷിപ്പ് കളയണ്ടെന്ന് കരുതിയാണ്. ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വേറെ ജിമ്മിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് ചോദിക്കണം. അപ്പം നാളെ തരാം, മറ്റന്നാൾ തരാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളതാണ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാത്തവർ ചിലവർ ഇവിടെ പൈസ കൊടുക്കണ്ട, 2 മാസമായിട്ട് ഞാൻ പൈസ കൊടുത്തല്ല, നമുക്ക് വെറുതെ ഇങ്ങനെ കയറിപ്പോവാം, അല്ലെങ്കിൽ നീ പൈസ കൊടുത്താൽ മതി, ഞാൻ ആ കൂടെ കയറി വന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ ബയോമെട്രിക്കിൽ ഫിംഗർ വെച്ച് ആക്സസ് ചെയ്യും, അതിൻ്റെ പുറകിൽ 3-4 പേര് കയറി വരും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ചില തെണ്ടിത്തരം കാണിക്കണത് പുറത്ത് നിന്നിട്ട് അവരുടെ കൂട്ടുകാരന്മാർ ആരെങ്കിലും ഇവിടെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അവരെ വിളിക്കും. എടാ ഈ ഡോറൊന്ന് തുറന്നു തരുമോ, ട്രെയിനർമാർ അല്ലെങ്കിൽ ജിമ്മിൻ്റെ ഓണർ കാണാനൊന്ന് തുറന്നാട്ടെ എന്ന് പറഞ്ഞ് പോയി തുറന്നു കൊടുക്കും, ഫോണിൽ വിളിച്ച് വരുത്തിയിട്ട്. അപ്പം അങ്ങനെ അകത്തുനിന്നാണ് നമുക്കിവിടെ ഞാൻ കാണിച്ചു തരാം. ജിമ്മിൻ്റെ അകത്തുനിന്നാണെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് കണ്ടോ, ഈ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഡോർ തുറക്കാം. പിന്നെ ഇതാണ് ബയോമെട്രിക് തന്നെ. അപ്പം അങ്ങനെ കുറേ അധികം പണികളുണ്ട്. ഇവിടെ വിളിച്ച് വാരിയിട്ടേക്കണ്. ആൾക്കാർ നോക്കുമ്പോൾ ആൾക്കാർക്കൊന്നും നഷ്ടപ്പെടാനില്ല, വന്ന് വർക്കൗട്ട് ചെയ്യണം പോകുന്നു. ആൾക്കാർക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. അതിൻ്റെ കഷ്ടപ്പാട് ജിം ട്രെയിനർമാർക്കും ജിം ഓണർമാർക്കുമാണ് ഇതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവുള്ളൂ. കാരണം ട്രെയിനർമാർക്ക് തന്നെ സാലറി കൊടുക്കുന്ന കറണ്ട് കാശ്, അങ്ങനെ നിരവധി ചിലവാണ് ഓരോ മാസം ഉള്ളത്. പിന്നെ പലരും മറ്റേ ജിം ഓണേഴ്സിനെ ജിം ട്രെയിനേഴ്സിനെ ഒന്നും ഒരു ജോലി ചെയ്യണവരായിട്ട് പലരും കണ്ടിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. അവരും സാധാരണ പോലെ തന്നെ ജോലിക്കാരാണ്. ഇപ്പോൾ ജിമ്മ് തുടങ്ങണവരാണെങ്കിൽ അവർക്ക് ജിമ്മിനോടുള്ളൊരു പാഷൻ കാരണം അവർ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണതാണ്. ഇപ്പോൾ ട്രെയിനറായിട്ട് പോണവരാണെങ്കിൽ അവർക്ക് ജിമ്മിനോടുള്ളൊരു പാഷൻ കാരണം അവർ സർട്ടിഫിക്കേഷൻ ചെയ്ത് ട്രെയിനറായിട്ട് പോണതാണ്. അപ്പോൾ അതേപോലെ തന്നെ
ഏതൊരു ജോലി അതിന് കഷ്ടപ്പാടുണ്ട്. പലരുടെയും വിചാരം ജിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ വളരെ സിമ്പിളാണെന്നാണ് പലരുടെയും വിചാരം. എന്നോട് എന്തോരം ആൾക്കാരാണെന്നറിയോ ചോദിച്ചേക്കണേ. ജിമ്മെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വെറുതെ ഫീസ് മേടിച്ച് ആൾക്കാരുടെ നിന്ന് ഫീസ് മേടിച്ച് അവിടെ ഇരുന്നാൽ പോരെ, ആൾക്കാർ തൻ്റെ ഫീസും മേടിച്ച് വെറുതെ അങ്ങനെ ഇരുന്നാൽ മതി. എന്നിട്ട് ജിമ്മ് ക്ലോസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ക്ലോസ് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി, വീട്ടിൽ പോയാൽ മതി. പിന്നെ ഓപ്പൺ ചെയ്യേണ്ട സമയമാകുമ്പോൾ വീണ്ടും വരിക, ക്ലോസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ പോവുക. അത്രയും ചെയ്താൽ മതി എന്നാണ് ആൾക്കാരുടെ ചിന്താഗതി. പക്ഷെ അത് മാത്രമല്ല, നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ജിമ്മിൽ തന്നെ ക്ലയൻറ്റ്സ് പോകാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ സോഷ്യൽ മീഡിയ, അത് ഇടയ്ക്ക് ഒരു കോള് കയറി വന്നു, അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും നല്ല കഷ്ടപ്പാടുള്ളൊരു ജോലി തന്നെയാണ് ഈ ജിം ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റ് ജോലികളെ പോലെ തന്നെ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഈ ജിം എന്താണെന്നുള്ളതും ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തടുത്ത ജിമ്മിൻ്റെ അപ്ഡേറ്റുകളായിട്ട് ഉടനെ വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ചാനലിൽ ജിമ്മിൽ നടക്കുന്ന വഴക്കും പിന്നെ ജിമ്മിൻ്റെ ഓരോ പ്രശ്നങ്ങളും അത് മാത്രമായിരിക്കും എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെ ഇടയ്ക്ക് 1-2 ഞങ്ങളുടെ ഹോട്ടലിൻ്റെ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, ഇത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ എനിക്ക് എങ്ങനത്തെ കണ്ടൻറ്റാണ് ഇടേണ്ടതെന്നുള്ളത്, ഇപ്പോൾ പലരും ജിമ്മായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. പക്ഷേ അവരെ പോലെ എനിക്ക് കണ്ടൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ പരിചയമായിട്ട് വന്നേ ഉള്ളൂ. കാരണം യൂട്യൂബ് ഞാൻ ചെയ്ത അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്, തുടക്കക്കാരനായതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ജിമ്മിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ടും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഈ ജിമ്മിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നല്ല കഷ്ടപ്പാടുള്ളൊരു ജോലി തന്നെയാണ് ഈ ജിം ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോകളായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അതെൻ്റെ ഫ്രണ്ട്സ് മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, അതും വളരെ വേണ്ടപ്പെട്ടവർ മാത്രം. അത് 20 സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഉപകാരമായിരുന്നു. ജിമ്മായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, അല്ലാത്ത വീഡിയോസ് ഞാൻ എൻ്റെ ജിമ്മിൻ്റെ ചാനലിൽ കൂടെ നിങ്ങളെ കാണിക്കാം, അതൊന്നും വിഷയമല്ല. എനിക്ക് അല്ലാത്ത വീഡിയോസും ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ജിമ്മിൻ്റെ ചാനലിൽ കൂടെ നിങ്ങളെ കാണിക്കാം. ഇങ്ങനെ ജിമ്മ് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കണ വേറൊന്നും കൊണ്ടല്ല. എൻ്റെ മുഖം തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ അത് ബോറായിരിക്കില്ലേ എന്ന് ഓർത്താണ് ജിമ്മിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റായിട്ട് പറയുക. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ തിരുത്തി വരുന്ന വീഡിയോകളിൽ എനിക്കത് നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ആ പോരായ്മകളൊക്കെ നികത്തി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.